ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിലൊരു ലോങ് വീഡിയോ പ്ലസ് ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ പറയാം. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നതിനോട്ട് മേ ബി തോന്നിയേക്കാം. അപ്പം അതൊരു ആദ്യത്തെ പ്രശ്നമാണ്, എല്ലാവരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ മെല്ലെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലാണ്. നമ്മളെവിടെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയൂല, രാവിലത്തെ ചായ കുടിക്കാന്നുള്ളതിലാണ് പറയാം. അപ്പം ചായക്ക് ഇന്ന് പരത്തിയിട്ടതും മീൻ കറി ആക്കാമെന്നാണ് പ്ലാനിലുള്ളത്. അനിയൻ്റെ വൈഫില്ല, അവൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോയി. നമ്മൾ ഓൾറെഡി ഷോർട്സ് വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോയി. ഞങ്ങൾ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാനിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ കുറച്ച് നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ അവൾ തിരിച്ച് പോയി. ഇപ്പം ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡും ഇല്ല. ഹസ്ബൻഡ് പർച്ചേസിന് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഉള്ളത് പരത്തിയിട്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പരത്തിയിട്ടെന്നാണ് പറയുക. നോർമൽ അരിപ്പൊടി കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചിട്ട് ഇങ്ങനൊരു നോൺ സ്റ്റിക്ക് പാനിൽ പരത്തിയിടും. അത് മൂടി വെച്ച് വേവിക്കും. അതന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ പുറത്ത് പോയപ്പോൾ ഉമ്മ ആറിയിടുന്നുണ്ടായിരുന്നു, കുറച്ച് കറിവേപ്പില വേണമായിരുന്നു. പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ട്. പറമ്പിൽ പോയി കറിവേപ്പില വരച്ച്. അപ്പം മീൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ കുത്തിയിടുന്നതാണ് ഇഷ്ടം. അപ്പം മീൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. മീനും ഇട്ട് മീൻ കറി മെല്ലെ അടുപ്പത്താക്കി. കുറച്ച് ലാഗാകുന്നുണ്ടല്ലേ. പിന്നെ മീൻ കറി അടുപ്പത്താക്കി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കും മുന്നേ ചോറവിടെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്ന് അങ്ങ് വെന്തോളുമല്ലോ. അപ്പം ചോറ് വെക്കാം നോക്കും, ഗ്യാസിന് ചെറിയൊരു കളി. അതാണ് ഇങ്ങനെയാണ് നോക്കുന്നത്. ചോറാടെ സെറ്റാക്കി. മീൻ കറിയും അപ്പോഴത്തേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട്, ഞാൻ എല്ലാവരും മീൻ കറിയിൽ പൊതുവേ പറഞ്ഞ കേൾക്കൽ ഉലുവ മാത്രം ഇടലെന്നാണ്. ഞാൻ വറവിടുമ്പം കടുകും കൂടി ഇടും. അപ്പം കടുകെല്ലാം ഇട്ട് മീൻ കറിയെല്ലാം വരലേച്ച് ഞങ്ങൾ ചായ കുടിക്കുകയാണിപ്പം. ചായ കുടിക്കും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. മൂന്നാൾ മീൻസ് ഞാനും ഉമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം ചായയെല്ലാം കുടിച്ച് പിന്നെ അപ്പോഴേക്കും ഏകദേശം ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ചോറും വേഗം ഊറ്റി എന്നല്ല, നമ്മളിവിടെയെല്ലാം പറയാം വാർത്ത് എന്നാണ്. അപ്പം ചോറ് വാർത്ത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നത്. ചോറും വാർത്ത് പിന്നെ ഏകദേശം മോനെ ഉറങ്ങേണ്ട ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ഉറക്കിയിട്ടെല്ലാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാനിലുണ്ടായിരുന്നത് പച്ചടിയാണ്. ഇപ്പം പുറത്തിറങ്ങി കുറേ പപ്പായ മീൻസ് കർമൂസ് എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാർക്ക് ഏകദേശം വേഗം മനസ്സിലാവും. അപ്പം കർമൂസിന് കുറേ നോക്കിയെങ്കിൽ കർമൂസ് കുറച്ച് മേലോട്ടായിപ്പോയി. അപ്പോൾ പിന്നെ വെള്ളേരി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറച്ചുകൂടി കർമൂസിലുള്ള പച്ചടിയാണ് ഇഷ്ടം. കർമൂസ് കിട്ടിയില്ല, അതുകൊണ്ട് വെള്ളേരി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ പണിയിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു. പൊതുവേ എനിക്ക് എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിലും വെള്ളേരി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം. പിന്നെ അനിയൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ ഓളാണ്, എനിക്കിഷ്ടമില്ലാത്ത പണിയെല്ലാം ഓക്കെ ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഓളാണ് ചെയ്തു തരൽ. അപ്പോൾ വെള്ളേരിയെല്ലാം കുക്കറിലിട്ട് വേവിക്കാൻ വെച്ച് ആ സമയം കൊണ്ട് തന്നെ ഞാനതിൻ്റെ തേങ്ങയും ചിരണ്ടി അതിലേക്ക് വേണ്ട സാധനങ്ങളിലിട്ട് അതും ഒന്ന് അരച്ചെടുത്ത്. ഇപ്പം ഇതിലൊന്നും കാണിക്കുന്നില്ല, ഞാൻ പച്ചമുളക് മാത്രം ഇടുന്നതേ കാണിക്കുന്നുള്ളൂ. കടുകും ജീരകമൊക്കെ ഇട്ടിട്ടാണ് അരച്ചത്. പിന്നെ മീൻ വറുക്കാനുണ്ടായിരുന്നു. കുറച്ച് ആർട്ടിഫിഷ്യൽ ആകുന്നുണ്ടല്ലേ വർത്താനം. മീൻ വറുക്കാനല്ല, മീൻ പൊരിക്കാനുണ്ടായിരുന്നു. മീൻ പൊരിക്കേണ്ടതെല്ലാം അതിങ്ങനെ ഇട്ട് കൊടുത്തു. മീൻ പൊരിക്കാനിടുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ടാൽ മീനടിയിൽ പറ്റിപ്പിടിക്കുന്ന പ്രശ്നം മാറും കേട്ടോ. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മീനൊക്കെ ഇട്ടപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വെള്ളരി ഏകദേശം വെന്ത് വന്നിക്ക്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഇതിലേക്ക് അരപ്പെല്ലാം വെച്ച് തൈരെല്ലാം വെച്ച് സെറ്റാക്കി. പിന്നെന്താ അല്ലാതെ ഉള്ള പോലെ തന്നെ അപ്പം അതേപോലെ കിച്ചണെല്ലാം ഫുള്ള് ക്ലീനാക്കി തുടച്ച് എല്ലാം ഇട്ട് വേഗം പോകേണ്ട പരിപാടിയിലാണുള്ളത്. കുറേ നേരം കിച്ചണിൽ ഈ സമയത്ത് ഇപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, നല്ല ചൂടല്ലേ. ഞാൻ വേഗം ക്ലീനാക്കി വേഗം പോകേണ്ട പരിപാടിയിലുള്ളത്. പിന്നെ ഇതാണ് ആയിഷയോ വെച്ചാൽ ഞങ്ങളെ വാക്വം ക്ലീനർ. ഇത് വെച്ചാണ് ഇവിടെ ഞങ്ങൾ അടിച്ചുവാരൊക്കെ ചെയ്യൽ.
അപ്പോൾ ആയിഷാൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തുണിയെല്ലാം മടക്കാനുള്ളത് അതൊന്ന് മടക്കി വെച്ചിട്ട് വേഗം ഞാൻ പോയി കുളിച്ച് കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറെല്ലാം തിന്നാൻ താഴെ വന്നത്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മടക്കിയിട്ട് അത് മുകളിലേക്ക് എടുത്തിട്ട് ഞാൻ കുളിച്ചിട്ട് താഴെ വന്നു. പിന്നെ ഒരു വൈകുന്നേരം ആയാലും പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി. ഉമ്മ ഉണ്ടേനും കണ്ടെത്തുന്ന വെള്ളം നനക്കുന്നു. കണ്ടം മീൻസ് പറമ്പ്. അടുത്തടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊന്നും ഞങ്ങളുടെ ഭാഷ മനസ്സിലാവില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ നോർമൽ ടോണല്ലാണ്ട് എൻ്റെ ടോണ് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചിരിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ആറിയിട്ടുണ്ടായിരുന്നു. ആറിയിട്ടെന്ന് വെച്ചാൽ ഉണങ്ങാനിട്ട ഡ്രസ്സ് അതെല്ലാം ഉമ്മ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരാണ്. അപ്പോൾ ഞാനതെല്ലാം എടുത്തൊന്ന് അകത്ത് കൊണ്ടാച്ച് തിരിച്ച് പുറത്തേക്ക് തന്നെ വന്നു. എന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഉമ്മ ഇപ്പുറത്തുള്ള കുറേ ചെടികൾക്ക് വെള്ളമെല്ലാം നനക്കാം. ഇപ്പം നല്ല ചൂടല്ലേ, നമ്മളെപ്പോലെ തന്നെ ചെടികൾക്കും നല്ല ദാഹം ഉണ്ടാവുമല്ലോ. ഈ ചെടി നനക്കൽ പരിപാടിയെല്ലാം ഉമ്മയാണ് ചെയ്യൽ. ഞാൻ പിന്നെ വെറുതെ ഷോനിങ്ങനെ ആടുന്ന് തത്തി കളിക്കുന്നതേ ഉള്ളൂ. അപ്പം ആടുന്ന് വെറുതെ ഇങ്ങനെ നോക്കി എന്ത് ചെടിയാണെന്നെല്ലാം ചോദിച്ച് വെറുതെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ, ഒരു പണിയും എടുക്കുന്നില്ല. പിന്നെ അകത്ത് വന്ന് മഗ്‌രിബിൻ്റെ സമയമാക്കി ലൈറ്റെല്ലാം ഇട്ട് പോയിട്ടൊരു ചായ എല്ലാം ഉണ്ടാക്കി കുടിച്ചു. ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാം.